വിപിൻ, ഈ വിവിധ വിവാദ വിഷയങ്ങളുണ്ട് അവിടെ എന്നറിയാം. അപ്പോഴും ഈ പ്രചാരണം അത് വളരെ ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു ഓരോ മുന്നണികളും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ എവിടേക്കാണ് ഈ പ്രചാരണത്തിനായി എത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ PV അൻവറിനെത്തെ ഈ ക്രൗഡ് ഫണ്ടിംഗ് എന്ന പരാമർശവും ആഹ്വാനവും ഒക്കെ അത് ഏത് രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? പ്രജിൻ, പ്രചാരണം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ പെരുന്നാൾ കഴിയുന്നതോടുകൂടി അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തും. LDF ഇന്ന് എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു M സ്വരാജിൻ്റെ പ്രചാരണം നടന്നത്. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തി. ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം, അതിൽ അദ്ദേഹം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പെൻഷൻകാരുടെ ഒരു പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധത്തിന് കുറച്ചുകൂടി കനം വരുത്തുന്നത് LDF. UDF സംബന്ധിച്ച് ഇന്ന് മറ്റു പര്യടനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വ്യക്തികളെ കാണൽ മാത്രമായിരുന്നു ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരുന്നത്. NDA ഇന്ന് ചുങ്കത്തറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ്. NDA പ്രത്യേകിച്ച് ഈ മലയോര മേഖല, അവിടുത്തെ വന്യമൃഗശല്യം, അതിലാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം. ഇന്ന് ഷോൺ ജോർജും ഒപ്പം തന്നെ അനൂപ് ആന്റണിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിലാണ് അവർ കുറച്ചുകൂടി കേന്ദ്രീകരിക്കുന്നത്. ഈ സജീവമായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പ്രചാരണം അത് അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു. PV അൻവറും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വാർത്തകളിൽ നിറയുകയാണ്. ഇന്നലെ ഇപ്പോൾ 2026 UDF വരികയാണെങ്കിൽ അതിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ ക്രൗഡ് ഒരു ഫണ്ടിങ് വേണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. 52 കോടിയുടെ ആസ്തി അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രികയിലൊക്കെ കാണിച്ചു എന്നുണ്ടെങ്കിലും അതെല്ലാം ഭൂമിയാണ്. ആ ഭൂമിയെല്ലാം തന്നെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടിട്ടാണ്. അതിൽ നിന്ന് ഒരു തരി ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ പണമില്ല. അതിനുവേണ്ടിയാണ് ഇത്തരമൊരു ധനാഭ്യർത്ഥന നടത്തുന്നത് എന്നുള്ളത് PV അൻവർ പറയുന്നു. 1 രൂപയെങ്കിലും തന്നു കഴിഞ്ഞാൽ തനിക്കുള്ള ഒരു ധാർമ്മിക പിന്തുണയായി കണക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. JDSന്റെ ദേശീയ കൗൺസിൽ അംഗം, ഇവിടുത്തെ ഇടത് കൗൺസിലർ കൂടിയായിട്ടുള്ള ഇസ്മയിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് കയറി. ഒരാളെ പോലും PV അൻവറിനൊപ്പം ചേർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ ചലനം തന്നെയാണ്. ഇപ്പോൾ ഒരു ഇടത് കൗൺസിലർ ഇങ്ങനെ PV അൻവറിനൊപ്പം ചേർന്നിരിക്കുന്നു. അവരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ അടുക്കുമ്പോൾ പുതിയ പുതിയ വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാവുന്നു. അവിടുത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഏറെ കൗതുകം നിറഞ്ഞതാണ്.